മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകളും മിനിസ്റ്ററും മറ്റുള്ള പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? അവിടുന്ന് റഹ്മത്താണ്, കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അവിടുത്തെ അജണ്ടയിൽ തീവ്രവാദമില്ല, അവിടുത്തെ അജണ്ടയിൽ ഭീകരവാദമില്ല, അവിടുത്തെ അജണ്ടയിൽ വർഗീയവാദമില്ല. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുത്തെ പ്രസ്താവന അങ്ങനെയാണ്. അതേ, മൻ വസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ആരെയും ചതിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും തെറി പറയാൻ പാടില്ല, ആരെയും ഇൻസൾട്ടാക്കാൻ പാടില്ല, ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല, ആരോടും കളവ് പറയാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദീൻ. ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തോട് അതിരറ്റ സ്നേഹം വേണം. അവിടുത്തോട് സ്നേഹമുണ്ടോ? അവിടുത്തെ നാടായ മദീനയെ സ്നേഹിക്കും, ആ മദീനയുടെ പേരുള്ളതിനെ സ്നേഹിക്കും, ആ മദീനയുമായി ബന്ധപ്പെട്ടവരെ സ്നേഹിക്കും, മദീനയിലേക്ക് പോകുന്നവരെ സ്നേഹിക്കും, മദീന സിയാറത്ത് കരുതിയവരെ സ്നേഹിക്കും, മദീനയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും സ്നേഹിക്കും. അതാണ് ഇമാം ബൂസരി തങ്ങൾ കരഞ്ഞുപോയത്. സ്നേഹം കൊണ്ടാണ് അമീൻ സലമി മസജിത്ത ദം അഞ്ചറാ മിമുഖല തിംബിദമി. രക്തം കലർത്തിയിട്ട് കണ്ണുനീര് വാർക്കുന്നതെന്തിനാണ്? ദൂസലമിന്റെ അയൽവാസികളെ ഓർമ്മിച്ചിട്ടാണോ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബുർദ ബൈത്ത് ഇമാം ബൂസരി തങ്ങൾ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിനീതൻ. വരുന്ന 25-ാം തീയതി മുതൽക്ക് 5 ദിവസം കുറ്റ്യാടിയിലും പിന്നെ ഫെബ്രുവരി 5 മുതൽക്ക് 7 ദിവസം നാദാപുരത്തും തുടർന്നുകൊണ്ട് അത് തീർക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശമുണ്ട്. 6 ദിവസം കൊണ്ട് 28 പദ്യം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ CD ഇറങ്ങുമ്പോൾ എല്ലാവരും വാങ്ങി കേൾക്കണമെന്ന് മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. അതിലൊരുപാട് വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട് ഓർമ്മിച്ചിട്ട് ഇമാം ബൂസരി തങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് കരച്ചില് വരികയാണ്. نعم سار طيف من أهوى فأرقني والحب يترم اللذات بالألم. എല്ലാമാ ബാജൂരി റഹിമഹുല്ലാ ബുർദയുടെ സറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉദുവോടുകൂടെ ഉറങ്ങുക, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റും അതുപോലെ ഖുർആനും അതുപോലെ ഖുർആനോ തൊക്കെ നടത്തുക. എല്ലാം കഴിഞ്ഞിട്ട് ഈ പദ്യമൊന്ന് ആവർത്തിച്ച് ചൊല്ലി അങ്ങ് ഉറക്കം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട്. നഅം സറാ തൈഫു മൽ അഹ്വാ ഫഅർഖനി വൽ ഹബ്ബു യതരിഉൽ ലദാതി ബിൽ ആലമി. ബുർദ ബൈത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളല്ലേ തങ്ങന്മാര്, നബി തങ്ങളുടെ പേരമക്കളല്ലേ, അവിടുത്തെ ഒരു അംശമുള്ളവരല്ലേ. സർവ്വ സയ്യിദന്മാരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടക്കം താജുൽ ഉലമയടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാരുടെയും ഖബറിൽ അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ,
അതാവുന്ന തങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് തിരക്കിട്ട് പോകണം, അതുകൊണ്ട് നീട്ടുന്നില്ല. അതേപോലെ ഞാൻ ഒന്നുണർത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഠിനാധ്വാനം ചെയ്ത് വിതരണം ചെയ്ത ഒരു സ്വത്തുണ്ട്. ആ സ്വത്ത് സ്വർണമല്ല, വെള്ളിയല്ല, എസ്റ്റേറ്റ് അല്ല, കാറല്ല, ജീപ്പല്ല, ട്രെയിനല്ല, പ്ലെയിനല്ല, അത് കുറെ ഭൂമിയല്ല, അത് ഇസ്ലാമിന്റെ വിവരമാണ് കേട്ടോ, ആത്മീയ ജ്ഞാനമാണ് കേട്ടോ. ആ വിവരം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചുണ്ടാക്കുന്നവരാ മുതഅല്ലിമീങ്ങള്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ആ സ്വത്തിനേക്കാൾ മുന്തിയ മറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ സമയം ചെലവാക്കരുത്, മറ്റുള്ള വിഷയങ്ങളിൽ സമയം ചെലവാക്കരുത്. നിങ്ങൾ പഠനത്തിൽ തന്നെ നിങ്ങളെ സമയം കേന്ദ്രീകരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വത്ത് പരമാവധി സമ്പാദിക്കാൻ നോക്കണേ മുതഅല്ലിമീങ്ങളെ. അത് സമ്പാദിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതും പോരാ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ടത് വിതരണം ചെയ്യണം. ആ വിതരണം ഏറ്റെടുത്തവരാണ് പണ്ഡിതന്മാർ. അതാണ് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഇമാം ശാഫിഈ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഗൗസുൽ ആലമിനെ കുറിച്ച് പറഞ്ഞത്, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. കാര്യലാഭം ഉദ്ദേശിക്കാതെ, സ്ഥാനമാനം ലക്ഷ്യം വെക്കാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സമ്പാദിച്ച് അത് വിതരണം ചെയ്യാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചു ആ പണ്ഡിതന്മാർ. അത് പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ ഇൽമ് വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ പണ്ഡിതന്മാരെ സ്നേഹിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം. ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതന്റെ ഗീബത്ത് പറയുമ്പോ, ചീത്ത പറയുമ്പോ, തെറി പറയുമ്പോ സാധാരണക്കാർക്ക് പണ്ഡിതന്മാരെ കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി ആലിമീങ്ങളെ ഗീബത്ത് പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്. അതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്. ഇനി സ്റ്റേജിൽ കയറണമെന്നില്ല, അതൊരു കടയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആലിമിന്റെ ഗീബത്ത് പറയുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കൽ പച്ച ഹറാമാണ് മുസ്ലിമീങ്ങളെ. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസാല തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. ചിലപ്പോ ആലിമീങ്ങൾക്കിടയിൽ സംഘടനാ തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ഒരു ആലിമിനെയും ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, ഒരാലിമിനെയും നിന്ദിക്കാൻ പറ്റൂല. നേരെ മറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം എന്റെ സ്നേഹിതനില്ല, വേറൊരു പണ്ഡിതനാണ്, ഞാൻ വേണ്ടതെന്നറിയും ഇസ്ലാമിന്റെ നിയമം. ഞാൻ അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലായി തരിക, അല്ലെ ചർച്ച ചെയ്യുക എന്നല്ലാതെ സാധാരണക്കാരെ വിളിച്ചുകൂട്ടി മുസ്ലിമും അമുസ്ലിം പങ്കെടുക്കുന്ന സ്റ്റേജുകളിൽ ആളുകൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നിന്ദിക്കുന്നവർ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധികളാണ്, ദീനിനെ നശിപ്പിക്കുന്നവരാണ്. ഒന്നുകിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ദീനിനെ നശിപ്പിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുതെന്നും ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹത്തായ ഒരു മിമ്പറിൽ വെച്ച് ഒരു മനുഷ്യൻ, അഥവാ മദീനത്തെ മിമ്പറിൽ വെച്ച് ഇബ്നു മതീറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മിമ്പറിന്റെ മുകളിൽ കയറിനെ കുറച്ച് വിവരം വേണ്ടേ, അതേ മിമ്പർമ കയറിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് ചതിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഉദ്യോഗത്തിലാക്കിയിട്ടുണ്ട്. അത് ഫാത്തിമയുടെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ടാ. അള്ളാന്റെ റസൂലിന് അറിയാം അലി ഇബ്നു അബീ ത്വാലിബ് ചതിയനാണ്. പറഞ്ഞ വാക്ക് കേട്ടുങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്ക് മദീനത്തെ മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോ സഹീഹുൽ ബുഖാരി നിങ്ങൾ കേട്ടില്ലേ? ആ സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ അതാ ഉസ്താദുമാരിൽപ്പെട്ട ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്നു.
മഹാനവറുകൾക്കത് സഹിച്ചില്ല. ആ നിൽക്കുന്ന സ്ഥലം നിർത്തടാ എന്ന് പറഞ്ഞുപോയി മഹാനവറുകൾ. ഭരണാധികാരിയാ മിമ്പർമേലുള്ളത്, ഭരണാധികാരിയുടെ മൊത്തക്കിട്ടാ പറഞ്ഞു നിർത്തടാ. അപ്പോ അതാ മഹാനവറുകളെ ഭരണാധികാരി ആക്രമിക്കുമെന്ന് തോന്നിയപ്പോ ജനങ്ങൾ വളഞ്ഞു പലതും ചെയ്തു. ചുരുക്കി പറയുന്നു, മഹാനവറുകൾ പറഞ്ഞു, ഞാനങ്ങനെ പറയാൻ. അവനാ പച്ചക്കള്ളം പറഞ്ഞപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വെറുപ്പ് തീർക്കാൻ, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടല്ല, അദ്ദേഹത്തിന്റെ അസൂയയാണ്, വൈരാഗ്യമാണ്, വിദ്വേഷമാണ്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത വെറുപ്പാണ്. അതിന്റെ പേരിൽ അലി ഇബ്നു അബീ താലിബിനോട് വെറുപ്പ് തീർക്കാൻ മിമ്പറിന്റെ മുകളിൽ നിന്ന് അവനെ പച്ചക്കള്ളം പറഞ്ഞപ്പോ ഞാൻ റൗളയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഭാഗത്തെ ഖബറിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു കൈയിങ്ങട്ട് പുറത്തു വരുന്നു. ഇതിവനങ്ങ് പറഞ്ഞപ്പോ ആ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുന്നു, കദബ്ത യാ അദുവല്ലാഹ്, യാ കാഫിർ, യാ കാഫിർ, എടാ നന്ദി കെട്ട മനുഷ്യ, വിശ്വാസമില്ലാത്ത മനുഷ്യ, അല്ലാഹുവിന്റെ ശത്രുവായ മനുഷ്യ, നീ ആ മഹാനായ അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് പറഞ്ഞത് കള്ളമാണ്, ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞത് കള്ളമാണ്, എന്നെ കുറിച്ച് പറഞ്ഞതും കള്ളമാണ് എന്ന അർത്ഥത്തിൽ നീ കള്ളം പറഞ്ഞവനാണടാ എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്താക്കി പറയുന്നത് ഞാൻ കേട്ടുപോയി. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മദീനയുടെ ബഹുമാനം പറയാൻ മഹാനായ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു രചിച്ച വഫാഉൽ വഫയിലെ ആ കിതാബിൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ മുഴുവനും ബഹുമാനിക്കണം, സാധാരണക്കാരെയും ബഹുമാനിക്കണം, നമ്മുടെ നാട്ടിലുള്ള ഉമറാക്കളെ ആദരിക്കണം. കാരണം അവരാണ് നമ്മുടെ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർക്ക് കരുത്തു പകരുന്നത് ഉമറാക്കളാണ്. അവരെയും നമ്മൾ ആദരിക്കണം. അതുപോലെ ഓരോ മുസ്ലിമിനെയും, എത്ര ചെറിയ SBS-ന്റെ പ്രവർത്തകൻ മുതൽക്ക് അതേ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വരെ, സുന്നത്ത് ജമാഅത്തുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമുക്കൊരു ബഹുമാനമുണ്ടെന്ന ചിന്ത ഒരു മനുഷ്യന്റെയും കൽബിൽ കടക്കാതെ, അല്ലാഹു അക്ബർ, വലിയവൻ അല്ലാഹുവാണ്. ഒരു മനുഷ്യന്റെ എല്ലാ മഹത്വവും മനസ്സിലാകണമെങ്കിലും സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കണ്ടേ? എന്റെ അവസാനം എന്താണെന്നറിയാത്ത എനിക്ക്, എന്റെ പ്രവർത്തനം എന്റെ റബ്ബ് സ്വീകരിച്ചുവോ ഇല്ലയോ എന്നറിയാത്ത എനിക്ക് ആഹ്ലാദത്തിന് വഴിയുണ്ടോ? അഹങ്കാരത്തിന് വഴിയുണ്ടോ? അതുകൊണ്ട് താഴ്മയോടുകൂടി ആരിഫീങ്ങൾ, ഔലിയാക്കൾ ജീവിച്ച വഴിയിൽ ജീവിച്ച് മരിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഇവിടെ ശിലാസ്ഥാപനം നടത്തിയ സ്ഥാപനത്തിൽ ആരെല്ലാം സംഭാവന വാഗ്ദത്തം ചെയ്തവരുണ്ടോ, ഇനി